എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ പത്രം നോക്കിയാലോ. ഈ പടത്തിൽ ആരാണ് ധരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ കണ്ടിട്ടുണ്ട് അതിന് മുൻപ്. ഇത് നമ്മുടെ പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റിൻ്റെ പേര് ദ്രൗപദി മുർമു എന്നാണ് പ്രസിഡൻറ്റിൻ്റെ പേര്. ഇന്ത്യയുടെ പ്രസിഡൻ്റാണിത്, ദ്രൗപദി മുർമു. പ്രസിഡന്റിനെ വേറൊരു പേരോട് പറയും, രാഷ്ട്രപതി എന്നും പറയും. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, രാഷ്ട്രപതിയും പ്രസിഡന്റും ഒന്ന് തന്നെയാണ്. അതാണ് അതിൻ്റെ പേരാണ് ദ്രൗപദി മുർമു. ഇത് നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ പത്രവായന ആൽബത്തിൽ വെട്ടി ഒട്ടിച്ചു വെക്കാം. അപ്പം നിങ്ങൾക്ക് ഇടയ്ക്ക് കാണുമ്പോഴത് മറക്കാതിരിക്കും. പേരൊന്നുകൂടി പറഞ്ഞേ, നമ്മുടെ പ്രസിഡന്റിൻ്റെ പേരൊന്നുകൂടി പറഞ്ഞേ, ദ്രൗപദി മുർമു. പ്രസിഡന്റ് തന്നെയാണ് രാഷ്ട്രപതി എന്നും പറയും, പ്രസിഡന്റ് എന്നും പറയും. ദ്രൗപദി മുർമുവാണ് നമ്മുടെ പ്രസിഡന്റ്. ഇനി വേറൊരു വാർത്ത നമുക്ക് നോക്കാം. രാത്രി വീടിനുള്ളിൽ പുലി കുട്ടിയെ തട്ടിയിട്ടു, നായയെ കടിച്ചെടുത്തു എന്ന്. കണ്ട, അയ്യോ, ഈ 3 കുട്ടികൾ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടാണിത്. കണ്ട, മോശമായിട്ടുള്ളൊരു വീടാണ്, നല്ല വീടില്ല അവർക്ക്. എന്നിട്ട് രാത്രി പുലി എന്ത് ചെയ്യുന്നറിയാമോ? ഇവരുടെ വാതിലൊക്കെ മാന്തിപ്പറിച്ച് ഇവരൊക്കെ കട്ടിലിൽ കിടന്നുറങ്ങിയിരുന്നു. ഈ 3 കുട്ടികൾ കട്ടിലിൽ കിടന്നുറങ്ങിയിരുന്നു. എന്നിട്ട് ഇവരുടെ വാതിലൊക്കെ മാന്തി പൊളിച്ച് കളഞ്ഞ് പുലി അകത്ത് കയറി ഈ കുട്ടിയെ തട്ടി താഴെ ഇട്ട്. അതിൽ അവിടെ ഇവിടെ അകത്ത് തന്നെ പട്ടിയെ കെട്ടിയിട്ടുണ്ടായിരുന്നേ. നായയെ കടിച്ചെടുത്തെന്ന് കണ്ടില്ലേ? നായ എന്ന് പറഞ്ഞാൽ പട്ടിയാണ്. അതിനെ പിടിക്കാൻ വേണ്ടി ചാടിയതാണ്. അപ്പോൾ ഇതിനെ തട്ടി താഴെയിട്ട് ആ നായയെ പിടിച്ചുകൊണ്ടും പുലി പോയെന്ന് കണ്ടാ. അപ്പോൾ ഇവർ പേടിച്ചിരിക്കുകയാണ്. കണ്ടാ, ഇവർ കാടിനടുത്തായിരിക്കുമല്ലോ ഇവരുടെ വീടേ. അതുകൊണ്ട് ഈ കൊച്ച് അംഗനവാടി പോണ കൊച്ചാണ്. ആ കൊച്ചിനെ അവിടുത്തെ ടീച്ചർ സമ്മാനമായിട്ട് കൊടുത്താണ് ഒരു നായയെ കൊടുത്തത്, പട്ടിയെ കൊടുത്തത്. ആ പട്ടിയെ ഇതിനുമുമ്പും പുലി പിടിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് അവർ വീടിനകത്ത് ഇട്ടിരുന്നത്. പക്ഷെ അതിനെ പിടിച്ചുകൊണ്ടും ആ പുലി പോയി. ഈ കാട്ടിലെ ജീവികൾക്ക് കാട്ടിൽ നിന്നും തിന്നാൻ കിട്ടാതെ വിശക്കുമ്പോഴും ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി വരും, വീടുകളിലേക്കൊക്കെ വരും. പിന്നെ പശു ആടൊക്കെ തൊഴുത്തിലൊക്കെ നിൽക്കണ്ടെങ്കിൽ അതിനൊക്കെ പിടിച്ചിട്ടുണ്ടാവും. വിശക്കുണ്ടെങ്കിൽ കിട്ടിയാൽ ആളെയും പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ പേടിച്ചാണ് അവിടെ ജീവിക്കുന്നത്. പാവങ്ങളല്ലേ, ഇവർക്ക് സങ്കടമായില്ലേ? ഇവരുടെ ഇഷ്ടപ്പെട്ട പട്ടിയെ കൊണ്ടുപോയതേ. ഇനി ഇവർക്കും പേടിച്ചിട്ടാണ് അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇവർക്ക് നല്ല ഉറപ്പുള്ള വാതിലൊന്നുമില്ലേ. ഉറപ്പുള്ള വാതിലാണെങ്കിൽ അതൊക്കെ തകർത്ത് പുലിക്ക് കയറാൻ പറ്റൂല. ഇതൊക്കെ ബലമില്ലാത്ത ഒരു വാതിലൊക്കെ ആയിരുന്നേ. വീടും മോശമാണ് അവരുടെ. പാവങ്ങളല്ലേ, കഷ്ടമല്ലേ.